ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കുറച്ചായിട്ട് എടുത്തു വെച്ചിട്ട് ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അത് തലേന്നത്തെ ഒരു വീഡിയോ ആണ്. എല്ലാവരും ഓരോ തിരക്കിലും ഫർണിച്ചർ കൊണ്ടുവരുന്ന തിരക്കിലും അങ്ങനത്തെ ഇതിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടുകാർ മാത്രം കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ നാത്തൂൻ്റെ ആവത്തവരും ഞങ്ങൾ വീട്ടുകാരും അപ്പോൾ എപ്പോഴും ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫർണിച്ചറൊന്നും കൊടുന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോമിൻ്റെ വീഡിയോ ഹോം ടൂറായിട്ട് ഞാൻ ജസ്റ്റ് പിന്നീട് കാണിക്കണ്ടേ, ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ആൾക്കാർ വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് കിച്ചണാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. 4 ബെഡ്റൂമും ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. മേലെ 2 ബെഡ്റൂം, താഴെ 2 ബെഡ്റൂം അങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടല്ല എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. നൂൽപുട്ടുണ്ട്, നെയ്ച്ചോറുണ്ട്, മന്തി ഉണ്ട്, പൊറാട്ട ഉണ്ട്. അങ്ങനെ എല്ലാവരും ഈ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് അവിടെയും ഇവിടെയൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേശ്ശെ ഫർണിച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കലും പണിക്കാരാട്ടെ, നമുക്ക് ഒന്നും തുടക്കാനൊന്നും പറ്റില്ല. പണിക്കാരൊക്കെ മൊത്തം പോയാൽ മാത്രം പറ്റുള്ളൂ. പിന്നെ അത് നമ്മുടെ ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ തിരൂർ മയൂരിൽ നിന്ന് എൻ്റെ മൂത്ത ബ്രദറിന് ഗിഫ്റ്റ് കൊടുത്തതാട്ടാ. അപ്പോൾ അതൊക്കെ അവർ വന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പിറ്റത്തെ ദിവസം സുബഹി നേരത്ത് നമ്മളിതാ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലൊക്കെയാണ്. അതിപ്പോൾ നമ്മളിങ്ങനെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ ദുആ ചെയ്ത് ബാങ്കൊക്കെ കൊടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ടാണ്. പിന്നെ ആണുങ്ങൾ മേലെ പോയിട്ട് നിസ്കാരം മൗലിദും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, ഒരു വീട് എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെയും ഒരു സ്വപ്നമാണല്ലേ. അപ്പോൾ എൻ്റെ ഈ കടയും വൈഫിൻ്റെ, ഇവർക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീടല്ലേ. അപ്പോൾ നടന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി പാല് കാച്ചാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാലൊക്കെ തിളച്ച് പൊന്തുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കുറേ വെയിറ്റ് ചെയ്താൽ നമ്മൾ പുതുതായിട്ടൊരു അടുപ്പ് കത്തിക്കില്ല. അപ്പോൾ കുറച്ച് ടൈം പിടിക്കില്ല അതൊന്ന് കത്തി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് പൊന്തി പോകാൻ പാടില്ലല്ലോ. ഹിന്ദുസിൻ്റെ ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, അവരതൊക്കെ തിളച്ച് പൊന്തി താഴെ വീണം. നമുക്ക് അങ്ങനെയല്ല തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പതഞ്ഞ് പൊന്തി പോകാൻ പാടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കൊരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോണായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനെ തുറന്നപ്പോൾ പതഞ്ഞ് മേലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാല് കാച്ചാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വീഡിയോ ഇല്ലാതിരിക്കണം, മോശമല്ലേ. അപ്പോൾ പാലൊക്കെ നല്ല പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ചെറിയ കുട്ടി വീഡിയോ ആണ്, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നേരെ പോണത് ലിവിങ് ഏരിയക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇപ്പോൾ കൊടുന്നിട്ടുള്ളൂ. ഇനി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്, കർട്ടൻസ് ഇടാനുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഡൈനിങ് ഹാള്, ഇവിടെയാണ് ടേബിള്, 8 സീറ്റർ ടേബിളാണ് കേട്ടോ. പിന്നെ കോണിൻ്റെ അടിയിൽ ഇതുപോലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ആ സ്പേസ്. നമുക്ക് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ കാണാത്ത രീതിയിലൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് സ്റ്റെയർ വന്നിട്ട് മേലയിൽ 2 റൂമോ താഴെ 2 റൂമോ അങ്ങനെയാണ് കേട്ടോ. സ്റ്റെയർ കയറി കഴിഞ്ഞത് ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒരു ഹാള് പോലെ. ഈ സൈഡിലൊക്കെ ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെ ഒരു 2 ബെഡ്റൂമുണ്ട്. 2 ബെഡ്റൂമിൽ നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ കൊടുന്നിട്ട് വേണം. അപ്പോൾ ഇവിടെ ഈ റൂമിൽ എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം കേട്ടോ, അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫർണിച്ചേഴ്സൊക്കെ വന്നിട്ടെല്ലാം ഇൻഷാ അല്ലാഹ് നല്ലപോലെ ഒരു വീഡിയോ ഈ ഹോം ടൂർ ചെയ്യേണ്ട കേട്ടോ. ഇത് മറ്റേ റൂമാണ്. ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നു മാത്രം. ഇവിടെ 2 പാർട്ടീഷൻ വരുന്നത്, പെയിൻറ്റിൻ്റെ കളർ പാർട്ടീഷൻ സെപ്പറേറ്റ് വരുന്നുണ്ട് കേട്ടോ.
ഇവിടെ എന്താ ബാത്റൂം, ബേസിനും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതാ താഴത്തെ 2 ബെഡ്റൂമാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്നത്. പിന്നെ ഇതാ ഈ സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ഈ റൂമിൻ്റെ വാർഡ്രോബ് ഇതാ ഇങ്ങനെയുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ കിഡ്സിൻ്റെ റൂമിൻ്റെ വാർഡ്രോബാണിത്. പിന്നെ ഇതാ കിച്ചൺ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വയ്യ, കാരണം എല്ലാം ഒരു ഹറിബറി ലൈറ്റാണ് ഉള്ളത്. ഇതാ ഇനി പിറ്റേ ദിവസത്തെ ഒരു ഡേ ആണ് കേട്ടോ. അതാ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ ഒരു കൗണ്ടറിൽ ജ്യൂസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, അതാണ് സംഭവം. കുറച്ചൊരു ബിസി ആയിപ്പോയി. അപ്പോൾ അതായത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.